അല്ല സാറേ, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനൊരു ഷീറ്റ് പോലും എടുത്തിട്ടില്ല. എവിടെങ്കിലും ഒക്കെ കിടക്കാന്നേ, അല്ല ഇപ്പൊ എന്നാ ചെയ്യാനാ? അല്ല അക്ഷിതേ, ഇവര് ഈ ലൈവിൽ പറഞ്ഞതുപോലെ തണ്ട് കെട്ടിയവനും വല്ല പരാക്രമം കാണിക്കാറുണ്ടോ? എന്തെങ്കിലും കിട്ടുവേ. പോലീസിന്റെ വില കളയില്ല സാറേ, വേറെ വല്ല സ്റ്റാൻഡേർഡ് ജോക്കും പറ. ചൂടാവാതെ മിസ്റ്റർ, എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ? നാളെ പട്ടിണി കിട്ടുമെന്നും പറഞ്ഞ് ആണുങ്ങൾ തെറി പറയരുതല്ലോ. കഴിക്കൂ കേട്ടോ. അത് വേണ്ട, ഇന്ന് പ്രിയതമ വാരിത്തരും. ആര്യപുത്രൻ അങ്ങ് കഴിച്ച തുടങ്ങിയിരുന്നോളാം. ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ. ഞാനെന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ. ഇത് കണ്ടോ ജയൻ സാറേ, അവിടെ അകത്ത് കിടക്കുന്ന ഇപ്പൊ അവര് വിട്ടേക്കുന്നത്. ഇങ്ങനൊരു പേടിത്തൊണ്ടൻ എന്നിട്ട് വെട്ടി വിഴുകുക. പിന്നെ ഞാൻ എന്നാ വേണം? അനുഭവിച്ചോട്ടെ, ഞാൻ ഇല്ല എന്റെ ഇടയില്. പാരമ്പര്യ സൂക്കേടാന്നാ എല്ലാരും പറയുന്നേ. ഇയാളുടെ വക ഇനി എന്താണാവോ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കേ. എവിടെ പോയി നിങ്ങളുടെ അച്ഛൻ തമ്പുരാൻ? അങ്ങേരതൊന്നും അറിഞ്ഞില്ലയോ? അമ്മയെ പേടിച്ചിട്ടാവും വരാത്തത്. പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്യണ്ടായിരുന്നു ഞാൻ. നാട്ടുകാരെ പേടിച്ച രാജിവെച്ചത്. അച്ഛന്റെ കാര്യം നാട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഇനി അവന്റെ ജോലി പോവൂടാ. ഒന്ന് നിർത്തുന്നുണ്ടാമേ. അച്ഛൻ പോയി സിതാരച്ചോട് ഒന്ന് സംസാരിച്ചു നോക്ക്. എന്നെ സംസാരിക്കാനാ? അതൊന്നും ശരിയാകില്ല. അച്ഛൻ ഫുഡ് കഴിക്കും. ഞാൻ കഴിച്ചാ? നീ പോയി കിടന്നോ, പോയി കിടന്നോ. കൊറേ നേരം ആയല്ലോ അകത്ത്. കെട്ടേച്ചേക്കുമല്ലേ, പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പറയാനൊക്കില്ല. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്കും. അടങ്ങിക്കിടക്ക്, കുറെ കിടന്ന് തുള്ളിയതല്ലേ. വിവേകേട്ടൻ മര്യാദയ്ക്ക് എടുക്കുക, ഇല്ലെങ്കിൽ വായ കൂടി ഞാൻ മൂടി കെട്ടും. പിന്നെ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടി വരുവേ. അതെ, ലേഹ്യം എല്ലാം കഴിക്കണോ ഇവേ? ചോറിനോ? റമ്മില് കലക്കി സ്ഥിരം ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ വേണ്ട. ഇന്നിപ്പോ കസർത്തൊന്നും നടക്കില്ലല്ലോ. അപ്പൊ പിന്നെ സ്ലീപ്പിംഗ് പിൽസ് തന്നെയാ നല്ലത്. നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. അപ്പൊ പേടിയുണ്ടല്ലേ? എന്നാ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം വളരെ സിമ്പിളാ. തന്റെ എല്ലാവിധ വിളച്ചിലുകളും ഇതോടെ നിർത്തണം. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല വിവേകാനന്ദ. നാളെ ലൈവില് പബ്ലിക്കിനോട് പറയണം. ഇവർക്ക് പരാതി ഇല്ലാത്തടത്തോളം ഞാൻ ഇവിടെ തന്നെ കാണും. തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നവരെ. നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കിയ വിശ്വാസ് ഇവിടെ പറഞ്ഞുവിടാൻ. മര്യാദക്ക് സ്ലീപ്പിംഗ് പിൽസും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. സ്ലീപ്പിംഗ് പിൽസ് വേണ്ട, എന്റെ മുഖത്ത് തുപ്പിനെ തിരിച്ച് തരാൻ അറിയണ്ടല്ല, ഈ പാവങ്ങളെ ഓർത്തിട്ടാ. സാറേ, വിവേട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ ഇന്നലെ രാത്രി സാറുമാർക്ക് ഇവിടെ എന്നതായിരുന്നു പണി? മേടിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ പണിയുണ്ടാക്കല്ലേ കേട്ടോ. മാഡം നിന്നേ. കടിഞ്ചായ. അല്ലോ അച്ഛേ, ഇപ്പൊ അകത്ത് എന്തുവാ നടക്കുന്നേ? അയാള് ജീവനോട് തന്നെ ഉണ്ടോ? സിതാരച്ചി, പണിയാവേ.
ചേച്ചി ഞാനോ അതോട്ട് അതൊന്നും വേണ്ട, നീ പൊക്കെ. മാഡം, ഈ കഥ കാര്യം ചോട്ടി പൊളിക്കാൻ നോക്കണം. ഓ കൂട്ടിപ്പം. ആ പിന്നെ മറ്റേ കൊച്ചിനോട് സയനൈഡിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഹമീദ് സാറിനെ പേടിപ്പിക്കരുതെന്ന് പറയണം. പുള്ളിക്കാരന് 2 അറ്റാക്ക് കഴിഞ്ഞതാ. അതോടെ തലയിലാവേ. ചേച്ചി ഇന്നാ സാറേ ചായ. മെഡിസിൻ ഉണ്ടാക്കിയതാ. ആ പെക്കൊച്ചു കൊണ്ട് തന്നു. എടുക്കണോ? എടാ ചോപ്പാ, എന്നാ വെച്ചേ. എന്നായി കാര്യങ്ങള്? പോലീസും പട്ടാളൊക്കെ ഉണ്ടല്ലോ. പട്ടാളം ഇല്ല. ഇയാളാരാ? വേണ്ടപ്പെട്ട ആളാ സാറേ, വിവേകേട്ടന്റെ അച്ഛന്റെ എർത്താ. ആഹാ. അങ്ങോട്ട് മാറി മോട എന്നോട് വേണ്ട സാറേ, എന്നാണ്? ഞാൻ മാറിയുന്നുള്ളൂ. എന്താ സാറേ രാവിലെ മുഷ്കൊന്നും ഇല്ലേ? സ്ലീപ്പിംഗ് പിൽസിന്റെ എഫക്റ്റ് പോയിട്ടുണ്ടാവില്ല, അതാ. പാൻറ് എണീക്കും. അത് വേണ്ട, ഞങ്ങള് ചെയ്യും. പൊന്നുമോൻ അനുസരിച്ചേച്ചാ മതി. മര്യാദക്കാണെങ്കിൽ കെട്ടിയിടലും പ്ലാസ്റ്റോട്ടിക്കലൊക്കെ ഒഴിവാക്കാം കേട്ടല്ലോ. കാല് നേരെ വെക്കും. കൈ കാണിക്കും. ഇട അങ്ങോട്ട്. പെർഫ്യൂം വേണോ? സ്ഥിരം ഐറ്റം. നിങ്ങളാരാ? ഞങ്ങൾ ആയിഷുവിന്റെ ടീമാ. ഏകദേശം അകത്തുള്ള യൂട്യൂബർ. എന്നൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സാറേ ഇവരെങ്കിലും അറസ്റ്റ് ചെയ്യ സാറേ. താനവിടെ പോയിരിക്കണം. വേഗം കഴിക്ക്, ലൈവ് തുടങ്ങാൻ സമയായി. ഓടി വിളിക്കാനോ? അതാണോ നിന്റെ പണി? ഓടാണത്. ഹലോ, ദൈവം സൈനൈഡ് കഴിച്ചോ? ചേച്ചിക്കല്ലേ പറയോ? ചിലപ്പോ മാറും. ആ ചേച്ചി എവിടെ എത്തി? വേഗം വരില്ലേ? ഇവിടെയല്ലേ സെറ്റാണ്. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ലോഗ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും മോർ ദാൻ 2 മില്യൺ ആളുകളാണ് ഇന്നലത്തെ ലൈവ് കണ്ടത്. അതിനുശേഷം ഇന്നലെ രാത്രി ഈ വിവേകാനന്ദന്റെ അഭ്യാസങ്ങളും റിയാക്ഷൻസും ഒക്കെ ആയിട്ട് ഞാൻ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഒത്തിരി പേര് കാണുകയും ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ വിവേകേട്ടൻ കുറച്ച് മുട കാണിച്ചു, പക്ഷെ ഇപ്പൊ ഡീസന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാശുണ്ടാക്കാനുള്ള പരിപാടി. ഇവള് പെടുത്തിയതാണോ അതോ ഞങ്ങൾ പെട്ടതാണോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന് ഇന്നലെ ഞങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചിയില്ലേ, അത് ലൈവിൽ പറ. ഇതെന്നെ കോടതിയാ? എങ്കിൽ പിന്നെ തൂക്കിക്കൊള്ളാൻ വിധിക്ക്. എന്ത് വേണമെന്നേ ജനങ്ങൾ പറയട്ടെ. വിവേകാനന്ദ, ഇരയാവാനും അതിജീവിതയാവാനൊന്നും ഇവര് തയ്യാറല്ല. അതുകൊണ്ടാ മുഖം മറക്കാതെ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോ ഇതൊരു സിത്താരയുടെയും ഡയനയുടെയും മാത്രം പ്രശ്നമല്ലല്ലോ. പ്രമുഖ എഴുത്തുകാരിയും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് അനിത ദാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ബാക്കി അവര് പറയും. മാഡം, ഇവിടെ നിന്നാ മതി. ഇത് ഐഷു പറഞ്ഞ പോലെ ഒരു സിത്താരയുടെയും ഒരു ഡൈനയുടെയും പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇതൊരു വിവേകാനന്ദന് മാത്രം കുഴപ്പമല്ല. ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്, പോലീസും കോടതികളുമുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇതിനെതിരെ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടിക്കാരും എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊരൊറ്റ വാക്കിൽ അവർ ഒതുക്കിക്കളയും. വിവേകാനന്ദനെ ബന്ദിയാക്കി ഈ യുവതികൾ തുടങ്ങി വെച്ച് എന്റെ ശരീരം എന്റെ അവകാശം എന്ന ചെറുത്തുനിൽപ്പിന്റെ ഈ സമരം ഞങ്ങൾ മുഴുവൻ സ്ത്രീകളും ഏറ്റെടുക്കുകയാണ്. എന്റെ ശരീരം എന്റെ അവകാശം, എന്റെ ശരീരം എന്റെ അവകാശം. സിമ്പതി വേണ്ട, സുരക്ഷ വേണ്ട. സിമ്പതി വേണ്ട, സുരക്ഷ വേണ്ട. ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ അവകാശം.
അവകാശം ഉടമയല്ല 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 ഇത് കയ്യിന്ന് പോയല്ലോ ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? ഒന്ന് മൊത്തത്തിൽ പൊലിപ്പിക്കാന്ന് വെച്ചു. അതാ ഞാൻ അനിതേച്ചിനെ കൂടെ വിളിച്ചു വരുത്തിയേ. സംഗതി കിടുവായില്ലേ? കിടു. ദേ ഐഷു, ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതമാ. അവര് കുറെ പ്രസംഗിച്ചും മുദ്രാവാക്യം വിളിച്ചിട്ട് ഇറങ്ങിപ്പോ. അതുകൊണ്ടൊക്കെ പ്രശ്നം തീരൂ.